കുമാരേട്ടാ. ആ കിഷനോ, എന്തോടെ ഈ വഴിക്കൊക്കെ? ദേവചേച്ചി വന്നില്ലേ കുമാരേട്ടാ? എന്റെ ദേവിയെ, എന്താ കുമാരേട്ടാ? ആ കുട്ടി ഇപ്പൊ ഇവിടെ വരാറില്ല. എന്തുപറ്റി? ദേവചേച്ചിക്ക് വയ്യായിക വല്ലതും ഉണ്ടോ? ദേവൂട്ടിയുടെ കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞാ മതിയല്ലോ കിഷ. അവളുടെ കല്യാണം ഉറപ്പിച്ചു. ആ ഗഗനില്ലേ, അയാളുമായിട്ട്. ഗഗനോ? അയാളുമായിട്ട് ദേവചേച്ചിക്ക് കല്യാണം ഉറപ്പിച്ചെന്നോ? അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ദേവൂട്ടി അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്താ കുമാരേട്ടാ ഈ കേൾക്കുന്നത്? ദേവചേച്ചി ഗഗനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? അതേടോ, എല്ലാവരും കൂടി ഇടം വല നിന്ന് നിർബന്ധിച്ചാ ആ പാവത്തിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ആ ഒഴുക്കിനൊത്ത് നീന്താനല്ലേ ആ സാധുവിന് കഴിയൂ. സുരേന്ദ്രൻ അങ്കിളൂടെ അറിഞ്ഞിട്ടാണോ കുമാരേട്ടാ? ഒക്കെ അതിന്റെ വിധിയാണെന്ന് കൂട്ടിയാ മതി കിഷ. കല്യാണത്തിന് സമ്മതിക്കാതെ സുരേന്ദ്രന് വേറെ നിവൃത്തിയില്ലെന്നായി. അപ്പോ സന്ദീപേട്ടന്റെ കാര്യം? അയാൾക്ക് ദേവചേച്ചിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ? അയാൾക്ക് മാത്രം ഇഷ്ടം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. തല പോയാലും ആ ബന്ധം സമ്മതിക്കില്ലെന്ന് അയാളുടെ അമ്മ വാശി പിടിച്ച് നിൽക്കുകയല്ലേ. ആ സ്ത്രീ ഒരു തരത്തിലും ആ വിവാഹത്തിന് സമ്മതിക്കില്ല. അല്ല, താനെന്തിനാ വന്നേ? ദേവൂട്ടിയെ വെറുതെ കാണാനാണോ? അല്ല കുമാരേട്ടാ, നാളെ കഴിഞ്ഞേ എന്റെ ജന്മദിനോ. വീട്ടിൽ വെച്ച ചെറിയൊരു ആഘോഷം. അപ്പോ ദേവചേച്ചിയെ നേരിൽ കണ്ട് ക്ഷണിക്കാനാ വന്നേ. താൻ എന്നാ വീട്ടിൽ പോയി ദേവൂട്ടി ഒന്ന് കണ്ടു നോക്ക്. വിശേഷങ്ങൾ നേരിട്ട് അറിയിക്കുകയും ചെയ്യാലോ. കുമാരേട്ടാ, ദേവചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം വിദ്യാമ്മ അറിഞ്ഞായിരുന്നോ? വിദ്യാമ്മയുടെ അറിവോടുകൂടിയാണോ ഈ കല്യാണം നടക്കാൻ പോകുന്നത്? വിദ്യാമ്മ അറിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ ആരറിഞ്ഞിട്ടെന്താ? സാക്ഷാൽ മൂകാംബിക ദേവി പോലും ആ പാവത്തിനെ കൈവിട്ട പോലെയാ. അല്ലെങ്കിൽ ആ ഗഗനെ പോലൊരുത്തനെ ദേവൂട്ടിക്ക് കല്യാണം കഴിക്കേണ്ടി വരില്ലല്ലോ. എല്ലാം അമ്മയുടെ തീരുമാനം പോലെ നടക്കും. ഞാൻ വരട്ടെ കുമാരേട്ടാ. ആ, താൻ പോയിട്ട് വാ. ആ സന്ദീപ് എന്താ ഇവിടെ? ഞാൻ വിദ്യാമ്മയെ കാത്തു നിൽക്കുക. അങ്കിൾ ഇങ്ങോട്ടാ? എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അമ്മയുടെ നടയിലേക്ക് പോവാ. ഊണിലും ഉറക്കത്തിലും അവളുടെ ആശ്രയവും അഭയവും സാക്ഷാൽ ദേവിയായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ മോളെ ദേവിയും കൈയൊഴിഞ്ഞിരിക്ക. അല്ലെങ്കിൽ ഗഗനെ പോലൊരാളുമായിട്ട് അവളുടെ വിവാഹം ഉറപ്പിക്കേണ്ടി വരുമായിരുന്നു. അവളതിന് സമ്മതിക്കുമായിരുന്നു. നീ വിചാരിച്ചിട്ടും നിനക്ക് പോലും അവളെ രക്ഷിക്കാനായില്ലല്ലോ സന്ദീപ്. ഇതിലും ഭേദം അവളുടെ വിവാഹം നടക്കാത്തതാ. എത്ര ശ്രമിച്ചിട്ടും അവളുടെ ഭർത്താവായി ഗഗനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സന്ദീപ്. എന്നും ദേവൂട്ടിയുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം അത് അങ്കിളിനെ പോലെ എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയെ നഷ്ടമാക്കുന്നുണ്ട്. അങ്കിൾ വിചാരിച്ച ദേവൂട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറില്ലേ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല സന്ദീപേ. പക്ഷെ ഗഗനും അയാളുടെ അമ്മാവനും ഇങ്ങനെ ഒരു നിബന്ധന മുന്നിൽ വെച്ച് വാശി പിടിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കിടപ്പാടം കൂടി നഷ്ടപ്പെട്ടാലേ ഇന്ദുമതിയെ അഖിലയും വിനോദിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ ഞാൻ? അതാലോചിച്ച ഇന്ദുമതി ഇപ്പൊ ഈ വിവാഹത്തിന് നിർബന്ധിക്കുന്നത്. അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ അത് ന്യായമാണല്ലോ. അങ്കിൾ, ഞാൻ അങ്കിളിനൊന്ന് കാണാതിരിക്കുമായിരുന്നു. എന്താ കിഷ കാര്യം? ആ ഗഗനുമായിട്ട് ദേവചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചോ? ആ കാര്യമാ ഞങ്ങളും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത്. ചില പ്രത്യേക സാഹചര്യത്തില് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്കിൾ അരുത്. അയാളെ പോലെ ഒരാൾക്ക് ഒരിക്കലും ദേവചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അയാളൊരു ക്രിമിനലാ. കാശുണ്ടെങ്കിൽ എന്ത് കാര്യവും നേടിയെടുക്കാന്നാ അയാൾ ചിന്തിക്കുന്നത്. ഒന്നും അറിയാഞ്ഞിട്ടല്ല കിഷ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവസ്ഥ അതായിപ്പോയി. ഇനിയിപ്പോ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാല് അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് ചിന്തിക്കാൻ പോലും വയ്യ.